നമ്മൾ ഓപ്പൺ ടെറസുകളിലൊക്കെ ചെറിയ കട്ടിങ് സ്പേസ് കൊടുത്തിട്ട്, അതുപോലെ നമ്മളുടെ ഡൈനിങ് സ്പേസിലൊക്കെ റൂഫിലൊരു ഗ്യാപ്പൊക്കെ കൊടുത്തിട്ടുള്ള സ്പേസിൽ നമ്മൾ ഗ്ലാസ് പെർഗോളാസ് ചെയ്യാറുണ്ട്. ഈ ട്യൂബിൻ്റെ സൈസ് 3:1.5 കേട്ടോ. 75x40 എന്നുള്ള സൈസാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പേസുകളിലൊക്കെ നമുക്ക് ഗ്ലാസ് പെർഗോളാസ് നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. അത്തരത്തിലൊരു ഗ്ലാസ് പെർഗോളക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലുള്ള പെർഗോള എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇതൊരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു റൂഫാണ്. അതായത് ഇത് നമുക്ക് റിമോട്ടിൽ മോട്ടറിൽ കൺട്രോൾ ചെയ്യാം. മൊബൈൽ ആപ്പിൽ ഇതുപോലെ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് റിമോട്ടിൽ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഗ്ലാസ് പെർഗോളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ആണ് ചെയ്തിട്ട് അവിടെ ഫിക്സ്ഡ് ആയിരിക്കും. അതിന് മുകളിൽ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഫിക്സ്ഡ് ആയിരിക്കും. പിന്നീട് നമുക്ക് ഇപ്പോൾ സാധാരണ വീടിനകത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഓട്ടോമേറ്റഡ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മഴയൊക്കെ വരുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇവിടെ താഴെയുള്ള സ്പേസ് എന്ന് പറയുന്നത് ഒരു വാട്ടർ സ്റ്റോറേജ് ആയിട്ട് വരുന്ന ഒരു ടാങ്കാണ്, ചെറിയൊരു ടാങ്ക്. താഴെ ഇനി ഗ്ലാസ് ഇട്ടതിന് ശേഷമുള്ളൊരിത് കാണിക്കാം. ഇവിടെ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഈ സിറ്റ് ഔട്ടിലോട്ട് കയറുന്ന ഭാഗം, വീടിന്ന് സിറ്റ് ഔട്ടിനോട്ടിൽ കയറി ചെയ്യുന്ന ഭാഗത്ത് ഇടത്ത് സൈഡിലായിട്ടാണ് ഈ ഒരു ടാങ്ക് വരുന്നത്. ചെറിയൊരു വാട്ടർ ടാങ്കാണ്. ഈ വാട്ടർ ടാങ്കിലോട്ട് മഴയുള്ള സമയത്ത് നമുക്ക് വെള്ളം അതിലോട്ട് ഡയറക്റ്റ് ചാടണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്ലാസ് ഈ ഒരു പെർഗോള കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് ഫ്രണ്ടിലോട്ടാക്കാം. അപ്പോൾ ആ സ്പേസ് നമുക്ക് അവിടെ കിട്ടും. അതിലൂടെ വെള്ളം അകത്തോട്ട് കയറും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു പെർഗോളൊക്കെ ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ ഈ മെറ്റൽ ഫ്രെയിമും ഗ്ലാസും വെച്ച് ചെയ്യുന്നതിനേക്കാളും കോസ്റ്റ് വരും കേട്ടോ. ഇതിൻ്റെ ഈ ഒരു മോട്ടറിന് നല്ല എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരമുള്ള സ്പേസിലൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ ഈ ഒരു ഫ്രെയിം വിത്ത് ഫിക്സ്ഡ് ആയിട്ടാണ് ചെയ്യുക. 10mm ഗ്ലാസ് അല്ലെങ്കിൽ 12mm ക്ലിയർ ഗ്ലാസ് ഒക്കെ ആയിട്ടാണ് ചെയ്യുക. ഇവിടെ ഈ ഗ്ലാസ് നമ്മൾ ചെയ്തിട്ടുള്ളത് 10mm ഗ്ലാസ് തന്നെയാണ്. ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഗ്ലാസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാക്ക് കൊടുത്തിട്ടുള്ളതായിട്ട് നിങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്പേസിലോട്ട് കറക്റ്റ് കയറി നിൽക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൽ നോർമലി നമ്മൾ ഈ സ്ലൈഡിങ് ഗേറ്റൊക്കെ ചെയ്യുന്ന അതേ ഒരു രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ സ്ലൈഡിങ് ഗേറ്റൊക്കെ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഓട്ടോമാറ്റഡ് സ്ലൈഡിങ് ഗേറ്റുകളൊക്കെ ചെയ്യാറുണ്ടല്ലോ, അതേപോലുള്ള അതേ സിസ്റ്റം തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വീടിനകത്തും ഇത്തരത്തിലുള്ള ഇത് കൊടുക്കാം. അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതും